ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് വെച്ചാൽ കനേഡിയൻസ് കേരളത്തിൽ നിന്ന് പറിച്ചു നടപ്പെട്ട എല്ലാ കനേഡിയൻസിൻ്റെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ കലർന്നാണല്ലോ ജീവിതം. അപ്പോൾ ഒരു പറിച്ചു നടലിൻ്റെ വേദനയും വിഷമതകളും ഒക്കെ എന്തെന്നൊന്ന് ചെറുതായിട്ട് പങ്കുവെക്കാമെന്ന് തോന്നി. ഒരു ചെടി നമ്മൾ പറിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റി നടുമ്പോൾ അതിന് ആ വേര് പിടിച്ച് വളർന്ന് വലുതാണെങ്കിൽ അത് ചുമ്മാ ആ ചെടിയെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതിന് നല്ല വെള്ളവും വളവും എല്ലാം കൊടുത്ത് പരിപാലിച്ചാൽ മാത്രമേ അത് വളർന്ന് പന്തലിൽ കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടുത്തെ പെട്ടെന്ന് ജോലി കിട്ടുകയോ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയൊന്നും ചെയ്യാതാകുമ്പോൾ സ്ട്രെസ്സും ടെൻഷനിലേക്കൊക്കെ ആളുകൾ പോകാറുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉള്ളിലുണ്ടാവണം. കാരണം നമ്മൾ പിടിച്ച് നിന്നേ പറ്റുള്ളൂ. പുതുതായിട്ട് വരുന്നവർക്ക് നല്ല ഹാർഡുണ്ട്. നമ്മൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ വന്നപ്പോഴാണേലും ഒരു വർഷക്കാലത്തോളം തന്നെ ഒരു ജോലി കൃത്യമായിട്ട് കിട്ടാതെയോ ഒന്നല്ല 1-2 വർഷക്കാലം തന്നെ ഒരു കൃത്യമായൊരു ജോലി കിട്ടാതെയും മറ്റു പല രീതിയിലുള്ള വിഷമതകളെ അതിനെ നേരിട്ട് ഓവർകം ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു നിലവാരത്തിൽ നിൽക്കാൻ സാധിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരുപാട് പേര് തിരിച്ചു പോയവരുണ്ട്, പിടിച്ചു നിൽക്കാത്തവരുണ്ട്. പിടിച്ചു നിന്നെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ മെടുക്കരൊന്നല്ല, അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴേ നമുക്ക് ഒത്തിരി സഹനങ്ങളും ബി പേഷ്യൻ്റ് ആകാതെ ഒട്ടും പറ്റത്തില്ല നമ്മൾ വേറൊരു നാട്ടിലോട്ട് പറിച്ച് നടക്കപ്പെടുമ്പോൾ. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. കാരണം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയൊക്കെ ഫലമാണല്ലോ നല്ലൊരു സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് ത്യാഗവും സഹനവും സഹിച്ച് മുന്നോട്ട് യാത്ര ചെയ്താൽ മാത്രമേ ഒരു സന്തോഷത്തിൻ്റെ പുല്ലരി നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീണ്ടും ഷെയർ ചെയ്യണം പ്ലീസ്. ഞാൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ഇവിടെ ഗുഡ് നൈറ്റ് ആണ്. അപ്പം ബൈ ബൈ, സീ യു.